Good morning to all. Welcome to Veena's Competitive Mastery. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് മോഡേൺ ആൻഡ് കണ്ടംപററി ലിറ്റററി ട്രെൻഡ്സ് അപ് ടു 2000 എന്നതാണ്. ഇതിലിപ്പം ഒരുപാട് സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. അതിലെ ഏറ്റവും മെയിൻ സബ് ടോപ്പിക്കായ ആദ്യത്തെ 4 സബ് ടോപ്പിക്സ് ആയിട്ടുള്ള ഛായാവാദ്, പ്രഗതിവാദ്, പ്രയോഗവാദി നയീ കവിത, സമകാലീൻ കവിത, ഈ 4 ടോപ്പിക്സിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് അപ്പം നമുക്ക് ഛായാവാദ് എന്താണെന്ന് നോക്കാം. ഛായാവാദ് എന്ന് പറയുകയാണെങ്കിൽ ഹിന്ദി സാഹിത്യത്തിലെ സ്വർണ്ണ യുഗമായിട്ടാണ് ഛായാവാദി യുഗത്തിനെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദി സാഹിത്യത്തിന്റെ ആ ഒരു ഇതിഹാസത്തില് ഏറ്റവും ഒരു മഹാൻ ആന്തോളനായിരുന്നു, ഏറ്റവും വലിയൊരു ആന്തോളനായിരുന്നു ഛായാവാദ് എന്ന് പറയുന്നത്. ഛായാവാദ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് അത് ആദ്യമായിട്ട് യൂസ് ചെയ്തത്, ആ ഒരു ശബ്ദം ആദ്യമായിട്ട് പ്രയോഗിക്കുന്നത് ശ്രീ മുകുടിധർ പാണ്ഡെയാണ്. അദ്ദേഹം 1920 ഹിന്ദി മീം ഛായാവാദ് എന്ന പേരിൽ ഒരു ലേഖനം എഴുതുകയുണ്ടായി. ആ ലേഖനം പ്രസിദ്ധീകരിക്കുന്നത് ശ്രീ ശാരദ എന്ന് പറയുന്ന ഒരു മാഗസിനിലായിരുന്നു. ആ മാഗസിനിലൂടെ ആണ് ഈ ഛായാവാദ് എന്ന് പറയുന്ന ഒരു വാക്ക് ആദ്യമായിട്ട് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഓർത്ത് വയ്ക്കുക, 1920 ഛായാവാദ് എന്ന വാക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്ത ആളുടെ പേര് വന്നിട്ട് ശ്രീ മുകുടിധർ പാണ്ഡെ എന്നാണ്. അദ്ദേഹം ശ്രീ ശാരദ പത്രികയിലാണ് ഈ ഒരു വാക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഛായാവാദിന്റെ മെയിൻ ഫീച്ചേഴ്സ്, അതായത് അതിന്റെ വിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് വരുന്ന വിശേഷതകൾ, ആദ്യത്തെ വിശേഷത എന്ന് പറയുന്നത് വ്യക്തിവാദ്. വ്യക്തിവാദ് അല്ലെങ്കിൽ വൈയക്തികത കി പ്രവൃത്തി. എന്താണ് വ്യക്തിവാദ്? അതായത് ഛായാവാദി കവികൾ കൂടുതലായിട്ടും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സുഖദുഃഖങ്ങൾ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കവിതകൾ എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തെ വിശേഷത എന്ന് പറയുന്നത് പ്രകൃതി ചിത്രണമാണ്. പ്രകൃതി ചിത്രണം എന്ന് പറയുമ്പോൾ ഛായാവാദി കവികൾ തങ്ങളുടെ കവിതകളിലൂടെ അല്ലെങ്കിൽ പ്രകൃതിയോടുള്ള ആ ഒരു പ്രേമം അല്ലെങ്കിൽ ആ ഒരു പ്രണയം അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യരുടെ മനസ്സിലെ വിവിധങ്ങളായിട്ടുള്ള ആ ഒരു ഭാവങ്ങൾ അതിനെ പ്രകൃതിയിലൂടെ ആവിഷ്കരിക്കുകയാണ് ഛായാവാദി കവി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഛായാവാദി കവിതകളിൽ മാനവീകരൺ എന്ന് വെച്ചാൽ പേഴ്സോണിഫിക്കേഷൻ എന്നാണ് പറയുക. മാനവീകരൺ അതുപോലെ പ്രകൃതി ചിത്രം, ഈ 2 പ്രവൃത്തികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഒരു വിശേഷത എന്ന് പറയുന്നത് നാരീചിത്രണമാണ്. അതിനെ കുറിച്ച് പറയുമ്പം, അതായത് സ്ത്രീകളെ കുറിച്ചുള്ള ആ ഒരു വർണ്ണന, നമ്മളുടെ ഈ ഛായാവാദിന് തൊട്ട് മുൻപുള്ള കാലം വരെ സ്ത്രീകളുടെ ഒരു ശരീര വർണ്ണനയൊക്കെയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. പക്ഷേ ഛായാവാദി കവികൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ സ്ത്രീകളുടെ മനസ്സിന്റെ ആ ഒരു സൗന്ദര്യം, അവരുടെ മനസ്സിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ, അവരുടെ മനസ്സിന്റെ സൗന്ദര്യത്തെ ആവിഷ്കരിക്കാനാണ് ഛായാവാദി കവികൾ ശ്രമിച്ചിട്ടുള്ളത്. ഇനി അടുത്ത വിശേഷത എന്താണ്? വേദന ഓർ നിരാശ. ഈ വേദന ഓർ നിരാശ എന്ന് പറയുന്ന ഈ ഒരു വിശേഷതയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മഹാദേവി വർമ്മ, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹിന്ദി റൈറ്ററാണ്. മഹാദേവി വർമ്മയെ കുറിച്ച് പറയാതിരിക്കാനാവില്ല. കാരണം ആ മഹാദേവി വർമ്മയുടെ എല്ലാ കൃതികളിലും നമുക്ക് വേദനയുടെ ഒരു അംശം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത വിശേഷത എന്ന് പറയുന്നത് ദർശൻ. അതായത് ഛായാവാദി കവിതകളിൽ നമുക്ക് പലതരത്തിലുള്ള ദർശന്റെ ഒരു എഫക്റ്റ്, പലതരത്തിലുള്ള ദർശൻ, ഇപ്പം ശൈവ ദർശനം ആയിക്കോട്ടെ, അദ്വൈത ദർശനം ആയിക്കോട്ടെ, അതുപോലെ ബൗദ്ധ ദർശനം, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ദർശനങ്ങളുടെ ആ ഒരു എഫക്റ്റ് നമുക്ക് ഛായാവാദി കവിതകളിൽ കാണാനായിട്ട് സാധിക്കും. അടുത്ത വിശേഷത എന്ന് പറയുന്നതാണ് കൽപ്പന. എന്താണ് കൽപ്പന? കൽപ്പന എന്ന് വെച്ചാൽ ഫാന്റസിയാണ്. ഫാന്റസി, അതായത് ഛായാവാദി കവികളെയൊക്കെ തന്നെയും ഫാന്റസിയിൽ ഊന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഫാന്റസീനെ മെയിനായിട്ട് വെച്ചുകൊണ്ടുള്ള കവിതകളാണ് ഇവർ എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത വിശേഷത എന്ന് പറയുന്നത് വിശ്വമാനവത. വിശ്വമാനവത എന്ന് വെച്ചാൽ എന്താണ്? ഈ ലോകത്തിലുള്ള എല്ലാവരും ഒന്നാണെന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു കൺസെപ്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് കവിതകൾ ഈ ഛായാവാദി യുഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഛായാവാദിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പം നമുക്ക് ഛായാവാദിന്റെ ഈ ഒരു യുഗത്തിൽ എഴുതിയിട്ടുള്ള കവികളെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്കാം. ഈ ഛായാവാദി യുഗത്തിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള 4 കവികൾ അല്ലെങ്കിൽ ഛായാവാദി യുഗത്തിലെ ചതുർസ്തംഭ അല്ലെങ്കിൽ 4 പ്രധാന സ്തംഭങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്ന റൈറ്റേഴ്സ് ആണ് ജയശങ്കർ പ്രസാദ്, സുമിത്രാനന്ദൻ പന്ത്, സൂര്യകാന്ത് ത്രിപാഠി നിരാല, മഹാദേവി വർമ്മ. ഈ 4 പേരുടെ പേരുകൾ ഓർത്തു വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഇവരെ കൂടാണ്ട് വേറെയും ഒരുപാട് റൈറ്റേഴ്സ് ഛായാവാദി യുഗത്തിലുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ ഭഗവതി ചരൺ വർമ്മ, അതുപോലെ രാംധാരി സിംഗ് ദിനകർ, അങ്ങനെ ഒട്ടനവധി കവികൾ ഈ ഒരു പീരീഡിലുണ്ട്.
ഛായാവാദിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് പ്രഗതിവാദം എന്താണെന്ന് നോക്കാം. പ്രഗതിവാദി കവിത അല്ലെങ്കിൽ പ്രഗതിവാദം എന്ന് പറയുന്നത് ഛായാവാദി യുഗത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കവിതകൾക്ക് ഒരു പ്രതിക്രിയ എന്ന രൂപത്തിലാണ് പ്രഗതിവാദി കവിതകൾ എഴുതി തുടങ്ങുന്നത്. പ്രഗതിവാദിന്റെ ആരംഭം, പ്രഗതിവാദത്തിന്റെ തുടക്കം 1936 മുതലാണ് പ്രഗതിവാദി രീതിയിലുള്ള കവിതകൾ എഴുതപ്പെടുന്നത്. ഈ 1936 എന്ന് പറയുന്ന ഒരു ഈ ഇയർ ഹിന്ദി സാഹിത്യത്തിന്റെ ഇതിഹാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വർഷം നടക്കുന്നുണ്ട്. അതിലൊന്നാണ് പ്രഗതിശീൽ ലേഖക് സംഘ്, അതായത് പുരോഗമന ചിന്താഗതിയുള്ള കവികളുടെ ഒരു സമ്മേളനം ലക്നൌവിൽ വെച്ചിട്ട് 1936 നടക്കുകയുണ്ടായി. അതിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ഹിന്ദിയിലെ ഏറ്റവും വലിയൊരു എഴുത്തുകാരനായിട്ടുള്ള പ്രേംചന്ദ് ആയിരുന്നു. അതുകൂടാണ്ട് പ്രേംചന്ദിന്റെ മരണം അല്ലെങ്കിൽ പ്രേംചന്ദ് അന്തരിക്കുന്നതും ഈ ഒരു ഇയറിലാണ്. അപ്പം ഈ 1936 എന്ന് പറയുന്ന ഈ ഒരു ഇയർ ഹിന്ദി സാഹിത്യത്തിന്റെ ഇതിഹാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് ഈ പ്രഗതിവാദിനെ കുറിച്ച് പറയുമ്പോഴേക്ക് പ്രഗതിവാദില് നമുക്ക് പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളുടെ ആ ഒരു എഫക്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം കാൾ മാർക്സിന്റെ സിദ്ധാന്തങ്ങളുടെയും അതുപോലെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെയും ഡാർവിന്റെയും ഒക്കെ സിദ്ധാന്തങ്ങളുടെ ആ ഒരു എഫക്റ്റ് പ്രഗതിവാദിൽ എഴുതപ്പെട്ട കവിതകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് പ്രഗതിവാദിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് റൂഢി വിരോധ്. റൂഢി എന്ന് വെച്ചാൽ അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ആ ഒരു മീനിങ് ആണ് റൂഢി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൂഢി വിരോധം എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രഗതിവാദി കവികൾ ഈശ്വരനിൽ വിശ്വസിച്ചിരുന്നില്ല. അവര് ഈശ്വരനിലല്ല വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന, മറിച്ച് ചുറ്റുമുള്ള മനുഷ്യനെ മനുഷ്യനായി കാണാനാണ് പ്രഗതിവാദി കവികൾ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സത്യത്തെ, അതായത് മനുഷ്യനെ മനുഷ്യനായി കാണണം എന്ന ആ ഒരു സത്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പ്രഗതിവാദി കവികൾ ആ സമയത്ത് സമൂഹത്തിൽ നിലനിന്നിരുന്ന പലതരത്തിലുള്ള സതീപ്രഥ പോലെയുള്ള പലതരത്തിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളെയൊക്കെ തങ്ങളുടെ കവിതകളിലൂടെ എതിർക്കുകയാണ് ചെയ്തത്. ഇനി അടുത്ത ഫീച്ചർ എന്താണ്? ശോഷിതോം കാ കരുൺഖാൻ. ശോഷിതോം കാ കരുൺഖാൻ, ശോഷിത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ആൾക്കാർ, അതായത് പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന, പലതരത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്ന സമൂഹത്തിൽ താഴേക്കിടയിൽ ജീവിക്കുന്ന ആൾക്കാരെയാണ് ശോഷിത് എന്ന് പറയുന്നത്. അപ്പം അവരുടെ ആ ഒരു ദയനീയമായിട്ടുള്ള ജീവിതത്തെ അതേപടി കവിതയിൽ ആവിഷ്കരിക്കാൻ പ്രഗതിവാദി കവികൾക്ക് സാധിച്ചു. ഇനി അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ശോഷകോംകെ പ്രതി ഘൃണ ഓർ രോഷ്, അതായത് ഈ സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ആൾക്കാരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരെയാണ് ശോഷക് എന്ന് പറയുന്നത്. അപ്പം ഈ ശോഷകവും, അതായത് ഇപ്രകാരം മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രവൃത്തികളോടുള്ള ഒരു പ്രതിഷേധം നമുക്ക് പ്രഗതിവാദി കവിതയിൽ കാണാനായിട്ട് സാധിക്കും. അടുത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ക്രാന്തി കി ഭാവന. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പ്രഗതിവാദി കവിതയിൽ നമുക്ക് ശോഷിതോം കാ കരുൺഖാൻ, അതായത് ചൂഷണം ചെയ്യപ്പെടുന്നവരോടുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദയനീയ ജീവിതം നമുക്ക് കാണാനായി സാധിക്കുന്നു. എന്തിനാണ് പ്രഗതിവാദി കവികൾ ഇങ്ങനൊരു അല്ലെങ്കിൽ ശോഷിതോം കാ കരുൺഖാൻ അവരെ കുറിച്ച് എഴുതിയത്? അവരിൽ ഇതിനെതിരെ വിപ്ലവം വളർത്തിയെടുക്കാൻ, അതായത് തങ്ങളുടെ ഈ ഒരു സ്ഥിതിയിൽ മാറ്റം വരണമെന്ന് അവരിൽ ആ ഒരു ഉണർവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രഗതിവാദി കവികൾ ഇങ്ങനെ ചെയ്തത്. ഇനി അടുത്ത പോയിന്റ് എന്താണ്? സമസാമയിക് സമസ്യാവും കാ ചിത്രൻ. ആ സമയത്ത് സമൂഹത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഈ ഒരു പ്രശ്നങ്ങളെയൊക്കെ തന്നെയും പ്രഗതിവാദി കവികൾ തങ്ങളുടെ വിഷയമാക്കി എടുത്തുകൊണ്ട് ആ വിഷയത്തിൽ കവിതകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ആ സമയത്ത് നിലനിന്നിരുന്ന മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം ബേക്കാരി എന്ന് വെച്ചാൽ തൊഴിലില്ലായ്മ, അതുപോലെ ദാരിദ്ര്യം, അതുപോലെ ആ സമയത്താണ് ഇന്ത്യ പാക് വിഭജനം, ബംഗാൾ ക്ഷാമം, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഒരുപാട് കവിതകൾ ഈ പ്രഗതിവാദി യുഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് വിശേഷതകൾ. റൂഢി വിരോധ്, ശോഷിതോം കാ കരുൺഖാൻ, ശോഷകോം കെ പ്രതി ഘൃണ ഓർ രോഷ്, ക്രാന്തി കി ഭാവന, സമസാമയിക് സമസ്യാവും കാ ചിത്രം. ഇനി പ്രഗതിവാദ യുഗത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കവികൾ അല്ലെങ്കിൽ എഴുത്തുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആരൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ കേദാർനാഥ് അഗ്രവാൾ, അതുപോലെ നാഗാർജുൻ, ത്രിലോചൻ, അങ്ങനെ ഒരുപാട് റൈറ്റേഴ്സ് ഇവിടെയുണ്ട്. അടുത്തതായി നമുക്ക് പ്രയോഗവാദം എന്താണെന്ന് നോക്കാം. പ്രയോഗവാദം എന്ന് പറയുന്നത് ഒരു ജനവാദി കാവ്യധാരയാണ്. അതായത് പ്രഗതിവാദത്തിന് ശേഷം വരുന്ന ഒരു ജനവാദി കാവ്യധാരയാണ് പ്രയോഗവാദം എന്ന് പറയുന്നത്. പ്രയോഗവാദില് ഉള്ള കവികളൊക്കെ തന്നെയും
യഥാർത്ഥ ജീവിതത്തിന്റെ പച്ചയായ സത്യങ്ങളെ അതേപടി തങ്ങളുടെ കവിതകളിൽ ആവിഷ്കരിക്കുകയാണ് ചെയ്തത്. പ്രയോഗവാദിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് യഥാർത്ഥ ചിത്രം. നമ്മൾ തൊട്ടു മുൻപ് പറഞ്ഞതുപോലെ ജീവിതത്തിലുള്ള സത്യങ്ങൾ, അതായത് നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ അതേപടി കവിതയിൽ കൊണ്ടുവരികയാണ് പ്രഗതിവാദി കവികൾ ചെയ്യുന്നത്. തങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ തങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങളെയും മറ്റും കവിതകളിൽ അതേപടി കൊണ്ടുവരികയാണ് പ്രഗതിവാദി കവികൾ ചെയ്തത്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത്, അടുത്ത വിശേഷത എന്ന് പറയുന്നത് വ്യക്തിത്വക്ക് പ്രതിഷ്ഠ. ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ വ്യക്തികളുടെ ഐഡന്റിറ്റിക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അസ്തിത്വത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള കവിതകളാണ് പ്രഗതിവാദി യുഗത്തിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. അടുത്ത വിശേഷത എന്ന് പറയുന്നത് നയാ സൗന്ദര്യബോധമാണ്. അതായത് പരമ്പരാഗതമായിട്ട് പ്രചരിച്ചു വരുന്ന സാഹിത്യത്തിന്റെ ആ ഒരു മേഖലയിൽ പരമ്പരാഗതമായിട്ട് കൈമാറി പോകുന്ന ആ ഒരു ബിംബം, പ്രതീകം, അങ്ങനെയുള്ള ഉപമകൾ, അങ്ങനെയുള്ളത് ആ ഒരു ടൈപ്പ് കാര്യങ്ങളിലൊക്കെ തന്നെയും ഒരു പുതിയൊരു ചുവടുവയ്പ്പാണ് ഈ പ്രഗതിവാദി കവികൾ കൊണ്ടുവന്നത്. അതായത് പുതിയ തരത്തിലുള്ള ബിംബങ്ങളെയും പ്രതീകങ്ങളെയും ഒക്കെ പ്രയോഗിക്കാൻ പ്രഗതിവാദി കവികൾ ആരംഭിച്ചു. പ്രഗതിവാദിന്റെ ശരിക്കത്തെ തുടക്കം എന്ന് പറയുന്നത് താരസപ്തകിന്റെ പ്രകാശനത്തോടുകൂടി. താരസപ്തക് എന്ന് പറഞ്ഞ ഒരു മാഗസിനാണ്. അത് സച്ചിദാനന്ദ ഹീരാനന്ദ വാത്സ്യായൻ അഖ്യ എന്ന് പറയുന്ന ഒരു ഹിന്ദിയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പോയിട്ടാണ്, ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. അദ്ദേഹമാണ് ഈ താരസപ്തക് കൊണ്ടുവരുന്നത്. അതോടുകൂടിയിട്ടാണ് ഈ പ്രയോഗവാദിന്റെ തുടക്കം നമ്മൾ കണക്കാക്കുന്നത്. അടുത്തതായി നമുക്ക് നൈ കവിതയെ കുറിച്ച് പറഞ്ഞു നോക്കാം. നൈ കവിത എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു അഖ്യന്റെ താരസപ്തകിനെ കുറിച്ച് പറഞ്ഞു. ഈ താരസപ്തക് ഹിന്ദിയിൽ ഇന്നേ വരെ 4 താരസപ്തകാണ് പ്രകാശനമായിട്ടുള്ളത്. അതിൽ രണ്ടാമത്തെ താരസപ്തകത്തിന്റെ വരവോടുകൂടി പ്രയോഗവാദ് നൈ കവിതയിലേക്ക് മാറാൻ തുടങ്ങി. അതായത് നൈ കവിത എന്ന് പറഞ്ഞാൽ ചെറിയ വിഷയങ്ങളെ കുറിച്ച് പോലും കവിതകൾ എഴുതുന്ന ആ ഒരു പ്രവണതയാണ് നൈ കവിതയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നൈ കവിതയുടെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സമന്വയ ഭാവന എന്ന് വെച്ചാൽ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും സമന്വയം, അതുപോലെ ആശയുടെയും നിരാശയുടെയും ഒക്കെ പലതരത്തിലുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളുടെ ഒരു സമന്വയത്തിന്റെ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് നൈ കവിതയിൽ കാണാനായിട്ട് സാധിക്കും. അടുത്ത വിശേഷത എന്ന് പറയുന്നത് വ്യംഗ്യപ്രയോഗം. വ്യംഗ്യം എന്ന് പറഞ്ഞാൽ കോമഡി, അതായത് ഹാസ്യത്തിന്റെ ഒരു പ്രയോഗം നമുക്ക് ഈ നൈ കവിതയിൽ ഒരുപാട് കവിതകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് റൈറ്റേഴ്സ് ഹാസ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നൈ കവിത ആ ഒരു പീരീഡിൽ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ഫീച്ചർ എന്താണ്? സാധാരണ വിഷയവും പർ കവിത. തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ചെറിയ ചെറിയ വിഷയങ്ങളെ, അതായത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാര്യങ്ങളെ വെച്ചുകൊണ്ട് പോലും കവിതകൾ എഴുതുന്ന ആ ഒരു പ്രവണത നൈ കവിത ഈ ഒരു യുഗത്തിൽ നമുക്ക് കാണാനായി സാധിക്കും. അവസാനമായിട്ട് നമുക്ക് സമകാലീൻ കവിത എന്താണെന്ന് നോക്കാം. സമകാലീൻ കവിത എന്ന് പറഞ്ഞാൽ അതായത് ഇംഗ്ലീഷിൽ കണ്ടംപററി എന്നതിന്റെ പര്യായമാണ് ഈ സമകാലീൻ എന്ന് പറയുന്നത്. സമകാലീൻ കവിതയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതുവരെ ആരും, അതായത് നമ്മളുടെ സമൂഹത്തിലെ പലതരത്തിലുള്ള ജനവിഭാഗങ്ങളുണ്ട്. ഇപ്പം സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധന്മാർ, അങ്ങനെ പലതരത്തിലുള്ള ജനവിഭാഗങ്ങളുണ്ട്. അപ്പം ഈ എല്ലാ ജനവിഭാഗങ്ങളും അനുഭവിക്കുന്ന ദുരിതങ്ങളും മറ്റും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കവിതകൾ എഴുതാൻ തുടങ്ങുകയാണ് ഈ സമകാലീൻ കവിത എന്ന് പറയുന്ന ഈ ഒരു പീരീഡിൽ. അപ്പം അതായത് നമ്മളുടെ ഈ ഒരു സമയത്ത് നമ്മളുടെ ഇപ്പം കറണ്ട് സിറ്റുവേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കവിതകൾ എഴുതുകയാണ് സമകാലീൻ കവിതയിലുള്ള കവികൾ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് എടുത്ത ഈ ഒരു പോയിന്റുകളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഛായാവാദ്, പ്രഗതിവാദ്, പ്രയോഗവാദ്, നൈ കവിത, സമകാലീൻ കവിത, ഈ ഒരു 5 പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ പോയിന്റ്സ് ഒക്കെ മനസ്സിൽ വയ്ക്കുക, കറക്റ്റായിട്ട് എഴുതിയെടുക്കുക. എല്ലാം ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാലേ നമുക്കിത് ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. അപ്പം എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് ഇത് മനസ്സിലാക്കാൻ നോക്കുക. Thank you.